അതി വന്നിട്ടുണ്ട്. അതി എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? പാലക്കാടിൻ്റെ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നു അല്ലേ? രാഹുൽ യാത്രയിലായിരുന്നു തോന്നുന്നു അല്ലേ? മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇങ്ങനൊരു വലിയ ഉദ്യമവുമായിട്ട് 24-ൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇടയിൽ കൂടെ വന്നത്. അല്ല, ഇതിപ്പോൾ ഒരു വലിയ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് സാധാരണ എല്ലാ യുദ്ധത്തിൻ്റെയും പ്രത്യേകത രക്തച്ചൊരിച്ചിലാണ്. ഇത് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ യുദ്ധമാണ്, ജനകീയമായൊരു യുദ്ധമാണ്. അതിനെല്ലാ ആളുകളും അവരവരാൽ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉദ്യമം കേരളത്തിലെമ്പാടും യാത്ര ചെയ്തുകൊണ്ട് 24 നടത്തുന്നു. പ്രത്യേകിച്ച് SKN പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷവും അഭിമാനവുമാണുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോൾ നമുക്കൊരുപാട് ആളുകളുടെ കേസുകൾ പേഴ്സണലായിട്ട് തന്നെ നമ്മൾ അറിയാറുണ്ട്. പല അമ്മമാരുടെയും പ്രയാസങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കേട്ട് നമ്മുടെ മനസ്സും വല്ലാതെ മരവിച്ചിരിക്കുന്നൊരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു എല്ലാവരും അവരവരാൽ കഴിവത് യുദ്ധസന്നാഹവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് എല്ലാവിധമായ ആശംസകൾ. അല്ല രാഹുൽ, ഇന്നിപ്പോൾ ആലത്തൂർ സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMA അഡിക്റ്റ് ആക്കിയിട്ട്. അപ്പോൾ എന്തൊരു ഭീകരമാണ് എന്നാണ് യാഥാർത്ഥ്യം. അല്ല, നമ്മുടെ ഈ സർക്കാരിന് തന്നെ കണക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അതായത് വിമുക്തിയിലൂടെ ചികിത്സ തേടിയ ആളുകളിൽ മഹാഭൂരിപക്ഷവും 6ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് പറയുമ്പോൾ, അതായത് ചികിത്സ തേടുക എന്ന് പറയുന്നത് 2 ഘട്ടം കഴിയുമ്പോഴാണ്. ഒന്ന്, ഇത് അവർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. 2, ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ചികിത്സയിലൂടെ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയും എത്തണം. ഈ 2 അവസ്ഥയും എത്തിയ ആളുകളുടെ എണ്ണം തന്നെ ലക്ഷമാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ വിപത്തിലൂടെയാണ് നമ്മുടെ നാട് പോകുന്നത്. ഇപ്പം അടൂരിൽ ഈയിടയിൽ റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കേസുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം ഹെവി ബ്ലീഡിങ്ങോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. അപ്പം വീട്ടുകാർക്ക് അറിയില്ല എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ ഇത് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിലേക്ക് പോകുമ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഹെവി ബ്ലീഡിങ് ആയി പ്രഗ്നൻ്റ് ആയി. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിൽസ് കഴിച്ചു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഈ കുട്ടിയെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി, അവനാണെങ്കിൽ 1-2 ദിവസം ഇത്തരത്തിലുള്ള ഡ്രഗ് കൊടുത്തു. അപ്പോൾ ഇവളിതിന് അഡിക്റ്റഡായി. അപ്പോൾ 3ാം ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൺസെൻഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടായി. പക്ഷേ കുട്ടികളാണ്. അപ്പോൾ ഒരു ആക്സിഡൻ്റൽ പ്രഗ്നൻസി ഉണ്ടായി. അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് നോക്കിയപ്പോൾ അവർ കുട്ടികളാണ്. അവരുടെ കുട്ടികളുടേതായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുട്ടി മരണപ്പെട്ടു. 2 കുടുംബങ്ങളാണ് തകർന്നത്. ഒരു ചെറിയ പൊതിയിലൂടെ 2 കുടുംബങ്ങൾ, ആ കുട്ടികൾ ഒരാൾ മരണപ്പെട്ടു, മറ്റേയാൾ ജുവനൈൽ ഹോമിലേക്ക് മാറുന്നു എന്ന് മാത്രമല്ല ആ കുടുംബങ്ങൾ കൂടി തകർക്കപ്പെടുകയാണ് ഒരു ചെറിയ പൊതിയിൽ. അപ്പോൾ ഈ ചെറിയ പൊതിയിൽ, ചെറിയ ടാബ്ലറ്റിൽ, ചെറിയ സ്റ്റാമ്പിൽ ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തെ തകർക്കുവാൻ പര്യാപ്തമായിട്ടുള്ള വിഷമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാമ്പിൻ്റെ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് രാജ്യത്തെങ്ങും ഇല്ലാത്ത, ലോകത്തെങ്ങും ഇല്ലാത്ത രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കത് അഡിക്ഷനാണ്. അപ്പോൾ അവർ ഈ ഏറ്റവും അപകടം എന്താണ്, ഈ കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ കടന്നിട്ട് ഇപ്പോൾ കുട്ടികൾക്കിടയിൽ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 2-3 സാമ്പത്തിക വർഷമായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയും ഏറ്റവും അധികം കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള സ്റ്റേഷനറി ഐറ്റങ്ങളൊന്ന് വൈറ്റ്നറാണ്. അതും മറ്റൊരു മിശ്രിതം കൂടെ ചേരുമ്പോൾ ലഹരിയാവുകയാണ്. അപ്പോൾ അങ്ങനെ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് വരെ കുട്ടികൾ പോകുമ്പോൾ വളരെ അപകടകരമാണ് നാട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നതിൽ നമ്മളെല്ലാവരും അതിനെതിരായിട്ടുള്ള വലിയ ഇനിഷ്യേറ്റീവ്സ്, ഇപ്പോൾ ഈ വെക്കേഷന് കുട്ടികളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കുട്ടികൾ ഇപ്പോൾ നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊരു എനർജി ലെവലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ എനർജി ലെവലിലെ കളിക്കളങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. ഇവർക്ക് അതേ എനർജി ഉണ്ട്, ഇതെവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ 24-ൻ്റെ എൻ്റെ ഒരു സജഷനാണ് അടുത്ത ലെവലിൽ ഈ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാനുള്ള സ്പേസുകൾ, അവരുടെ എനർജിയെ എൻഗേജ് ചെയ്യാനായിട്ടുള്ള സ്പേസുകൾ, ജനപ്രതിനിധികളെ ഞങ്ങളെല്ലാം അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെക്കേഷൻ ക്യാമ്പുകളുണ്ട്, MLA നിലയിലുള്ള വെക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കുട്ടികളുടെ എനർജിയെ നമുക്ക് മറ്റ് നല്ല ഗുണപരമായ മാർഗ്ഗങ്ങളിലേക്ക് യൂട്ടിലൈസ്. ഇന്ന് ഞാനൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാനൊരു ഭാഗവത യജ്ഞത്തിന് പോയി, അതിൻ്റെ സമാപന ദിവസമായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്വാമി ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് അപ്പം എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് വിചാരിച്ചൊരു സ്വാമിയാണ്, അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു സജഷൻ, ഈ എല്ലാ കുട്ടികളുടെയും കരിക്കുലത്തിൽ നിർബന്ധമായി കൃഷി ഉൾപ്പെടുത്തണം. ആ കൃഷി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ വൈകുന്നേരം പോയിട്ട് അവർ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ അവർ എൻഗേജ്ഡ് ആകും, അവരുടെ കൂട്ടുകാർ എൻഗേജ്ഡ് ആകും, കാരണം ഇത് പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൃഷി അടക്കമുള്ള ഓൾട്ടർനേറ്റീവ് അഡിക്ഷൻസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണമെന്നൊരു സന്യാസി വര്യൻ എന്നോട് പറയുകയാണ്. അപ്പോൾ അത്തരം നമ്മൾ ആ മാർഗ്ഗങ്ങളാണ് ആലോചിക്കേണ്ടത്. അതിന് ഈ നടത്തുന്ന എഫർട്ടിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു രാഹുൽ മാങ്കൂട്ടത്തിൽ.